जय राधा माधव कुंज विहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय यशोधन जय व्रजनरंजन जय यशोधन जय व्रजनरंजन जय यमुनतीरवनचारी जय कुंज विहारी जय यमुनतीरवनचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा गोकुल नंदन राधे जय जगन्नाथ बलदेवा जय सुभद्रमयी जय गौरानिता जय गौरानिता जय गौरानिता जय जय प्रभुपा जय जय प्रभुपा जय जय गुरुदेव जय जय गुरुदेव जय श्री राधा माधवी की जय हरिनाम संकीर्तन की जय ग्रंथरा श्रीमद् भागवतम की जय हरे कृष्ण എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം സത്സംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സ്കന്ധം 1 അധ്യായം 7 44-ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരൈ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമ ശ്ലോകൈർഭക്തിർഭവതി നൈഷ്ഠികി മൂകം കരോതി വാചാം ബന്ധും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ശ്ലോകം 44. സരഹസ്യോ ധനു വേദ സവിസർഗോപസംയമ അസ്ത്രഘ്രാമാച ഭവദ ശിക്ഷിതോ യദനുഗ്രഹ. സരഹസ്യോ ധനു വേദ സവിസർഗോപസംയമ അസ്ത്രഘ്രാമച്ച ഭവദ ശിക്ഷിതോ യദനുഗ്രഹ. സരഹസ്യോ ധനുർവേദ
सविसर्गोपसंयमा अस्त्रग्रामच्च भवदा शिक्षितो यदनुग्रहान् वाकर्थ स രഹസ്യ അതീവ രഹസ്യമായ ധനു വേദ അസ്ത്രശസ്ത്ര വിദ്യകളിൽ ധനുർവേദം സവിസർഗ അയക്കുന്നു, ഉപസംയമ നിയന്ത്രിക്കുന്നു, അസ്ത്ര ആയുധങ്ങൾ, ഗ്രാമ എല്ലാവിധ, ച ഭവത സ്വയം, അങ്ങാൽ, ശിക്ഷിത അഭ്യസിക്കപ്പെട്ട, യൽ ആരുടെ, അനുഗ്രഹത്താൽ കൃപയാൽ. വിവർത്തനം: ദ്രോണാചാര്യരുടെ അനുഗ്രഹത്താലാണ് അങ്ങ് ആയോധന കലയായ അസ്ത്രവിദ്യയും ആയുധങ്ങളെ വരുതിയിലാക്കാനുള്ള പരമരഹസ്യമായ കലയും അഭ്യസിച്ചത്. ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദിക്ക് ജയ്. ധനുർവേദം അഥവാ ആയോധന ശാസ്ത്രം വേദമന്ത്രങ്ങളാൽ അസ്ത്രശസ്ത്രങ്ങളെ പ്രയോഗിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള വിദ്യ. അതിന്റെ സർവ്വ രഹസ്യങ്ങളോടുകൂടി ദ്രോണാചാര്യർ അർജുനനെ അഭ്യസിപ്പിച്ചു. അതിവിപുലമായ ആയോധന ശാസ്ത്രം മൂർത്തമായ ആയുധങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ വേദമന്ത്രങ്ങളാൽ പൂരിതമായ അസ്ത്രവിദ്യ മൂർത്തമായ ഭൗതിക ആയുധവിദ്യയേക്കാൾ മേൽത്തരമാണ്. അവ സ്ഥൂലമായ യന്ത്രത്തോക്കുകളെക്കാളും അണുബോംബുകളെക്കാളും അധികം ഫലവത്തായി പ്രവർത്തിക്കുന്നു. അവയുടെ നിയന്ത്രണം വേദമന്ത്രങ്ങൾ അഥവാ അതീന്ദ്രിയ ശബ്ദ ശാസ്ത്രത്തിലാകുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പിതാവായ ശ്രീ ദശരഥ മഹാരാജാവ് ശബ്ദത്താൽ അസ്ത്രങ്ങളെ നിയന്ത്രിച്ചിരുന്നുവെന്ന് രാമായണത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വസ്തുവിനെ ദർശിക്കാതെ ശബ്ദത്താൽ ശ്രവിച്ചു മാത്രം അസ്ത്രമയച്ച് ലക്ഷ്യത്തെ ഭേദിക്കാൻ കഴിയുമായിരുന്നു. ആകയാൽ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന അതിസ്ഥൂലമായ ഭൗതിക സൈനിക ആയുധങ്ങളെക്കാൾ അധികതരമായ സൂക്ഷ്മവേദിയായ ആയുധന ശാസ്ത്രമാണിത്. അർജുനനെ ആചാര്യൻ ഇവയൊക്കെ അഭ്യസിപ്പിച്ചു. ആകയാൽ ഈ സർവ്വവിധ നന്മകൾക്കും ദ്രോണാചാര്യനോട് ബാധ്യത നിറവേറ്റണമെന്ന് ദ്രൗപദി ആഗ്രഹിച്ചു. ദ്രോണാചാര്യന്റെ അഭാവത്തിൽ പുത്രനാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധി. സദ്ഗുണ സമ്പന്നയും ശ്രേഷ്ഠ സ്ത്രീജനവുമായ ദ്രൗപദിയുടെ അഭിപ്രായമാണിത്. ഒരു കർക്കശ ബ്രാഹ്മണനായ ദ്രോണാചാര്യർ എന്തുകൊണ്ട് ധനുർവേദത്തിന്റെ ആചാര്യനായെന്ന് ഒരാൾ ചോദിച്ചേക്കാം. എന്നാൽ വിജ്ഞാന വിഭാഗം ഏതെന്ന പരിഗണന ഇല്ലാതെ തന്നെ ഒരു ബ്രാഹ്മണൻ ഒരു ആചാര്യനാകാവുന്നതാണ് എന്നതാണ് അതിന് ഉചിതമായ മറുപടി. ഒരു വിജ്ഞാനിയായ ബ്രാഹ്മണൻ ഒരു ഗുരുവോ പുരോഹിതനോ അല്ലെങ്കിൽ ദാന സ്വീകർത്താവോ ആയി തീരേണ്ടതാണ്. ഒരു ഉത്തമ വിശ്വാസ യോഗ്യനായ യഥാർത്ഥ ബ്രാഹ്മണൻ അത്തരം പദവിയിൽ സ്വീകരിക്കാൻ അധികാരപ്പെട്ടവനാകുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥന്വതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയം. വംശകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആരാധ്യോ ഭഗവാൻ വ്രജേശ തനയ തദ്ധാമ വൃന്ദാവന രമ്യ കചിതുപാസന വൃജവധൂ വർജിനയാ കൽപിതം. ശ്രീമദ്ഭാഗവതം പ്രമാണമനാലം പ്രേമ പുമാർത്തോ ശ്രീ ചൈതന്യ കരാരവിന്ദേ പാദാരവിന്ദം
മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പാത്രസ്യ ഉടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമഃ ആചാര്യപാദായ നുതായ കൃപാപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ അധ്യായം ഫസ്റ്റ് കാൻഡോയില് 7ാമത്തെ അധ്യായത്തിൽ എത്തിയിരിക്കുന്നു. അതിലെ ആ അധ്യായത്തിന്റെ പേര് ദ്രോണപുത്രർ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ സുതഗോസ്വാമി ശൗനകാദി ഋഷികളോട് ചോദിക്കുകയാണ്. ശൗനകാദി ഋഷികൾ സുതഗോസ്വാമിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സുതഗോസ്വാമി, അങ്ങ് ശ്രീമദ് ഭാഗവതം ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് ശ്രവിച്ചു, അത് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ശ്രീമദ് ഭാഗവതം പറയുന്നതിന് മുമ്പായിട്ട് സുതഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മൾ 4ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് ലളിതമായിട്ടൊന്ന് പറയുകയാണ്. അത് എപ്പോഴുണ്ടായി? വ്യാസദേവനും നാരദ മഹർഷിയുടെ പ്രേരണയിലാണ് ശ്രീമദ് ഭാഗവതം ഉണ്ടായത്. അതിന്റെ ആ ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞു. അവിടെയും പരീക്ഷത് മഹാരാജാവിനെ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് കുറെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന യോഗ്യനായിട്ടുള്ള ശുകദേവ ഗോസ്വാമിയുടെ ചരിത്രം പിന്നെ പറയുകയാണ്. അപ്പോൾ ആ ശുകദേവ ഗോസ്വാമിയുടെ ചരിത്രം പറയുന്നതിന് മുമ്പായിട്ട് ആ മഹാഭാരത യുദ്ധത്തിനെ കുറിച്ച് പറയുന്നു. അതിന്റെ അത് പറയുന്നതാണ് ഈ ചരിത്രം. ആ മഹാഭാരത യുദ്ധം കഴിഞ്ഞ ശേഷം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ആ ശത്രുപാളയത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അശ്വത്ഥാമ വരികയും ദ്രൗപദിയുടെ 5 പുത്രന്മാരെ കൊല്ലുകയും ചെയ്യും. അതിനുശേഷം അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ട് വരികയും അവസാനം ദ്രൗപദിയും അതുപോലെ തന്നെ ധർമ്മപുത്രന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വിട്ടയക്കുകയും ചെയ്യും. അപ്പോഴേ ആ പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്ന അശ്വത്ഥമാവ് വീണ്ടും ആ ബ്രഹ്മാസ്ത്രത്തിനെ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന പരീക്ഷത് മഹാരാജാവിനെ ലക്ഷ്യമായി കഴിക്കുകയും ചെയ്യും. പക്ഷെ ഭഗവാൻ എന്തെയും പരീക്ഷത്തിനെ രക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം വളരെയധികം വ്യസനായിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ ആശ്വസിപ്പിക്കും. പക്ഷെ അതിലൊന്നും അദ്ദേഹം വളരെയധികം ഒരാശ്വാസം കണ്ടെത്തിയില്ല. അങ്ങനെ ഭഗവാന്റെ തന്നെ പദ്ധതി അനുസരിച്ച് ഭീഷ്മദേവന്റെ അരികിലേക്ക് യുധിഷ്ഠിര മഹാരാജാവിനും മറ്റു പാണ്ഡവരും പോകും. അവിടെ യുധിഷ്ഠിര മഹാരാജാവിന് ഭീഷ്മദേവൻ ധാരാളം ഉപദേശങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ഉപദേശങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് രാജ്യം ഭരിക്കാൻ തയ്യാറാകും. അപ്പോൾ ഈ സമയത്ത് വിതുരർ കൊട്ടാരത്തിലേക്ക് വരികയും തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രർ ആ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ അങ്ങനെ വ്യാപരിച്ചിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത് വൈരാഗ്യം ഉണ്ടാക്കും. അങ്ങനെ ധൃതരാഷ്ട്രർ കൊട്ടാരം ഉപേക്ഷിച്ചു പോകും. കുറച്ചു കഴിഞ്ഞിട്ട് കലികാലത്തിന്റെ ഒക്കെ പ്രഭാവം വരുന്നതായിട്ട് മനസ്സിലാക്കി ധർമ്മപുത്രൻ വിചാരിക്കും, ഞങ്ങൾക്കും ഈ രാജ്യഭരണം മതിയാക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ധർമ്മപുത്രൻ തന്റെ പൗത്രനായിട്ടുള്ള പരീക്ഷത് മഹാരാജാവിന് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവരും എന്ത് ചെയ്യും? കൊട്ടാരം ഉപേക്ഷിച്ചു പോകും. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവരും യാത്രയായി.
ഇപ്പോൾ പരീക്ഷത് മഹാരാജാവാണ് പിന്നെ കൊട്ടാരം ഭരിക്കുന്നത്. പരീക്ഷത് മഹാരാജാവ് കൊട്ടാരം ഭരിക്കുന്നതിന്റെ ആ സവിശേഷതകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പരീക്ഷത് മഹാരാജാവ് കാട്ടില് മൃഗ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് വിശപ്പും ദാഹം അനുഭവപ്പെടുകയും അങ്ങനെ അവസാനം ആ മഹർഷിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ കൊടുക്കുകയും ശൃംഗി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് പുത്രനായിട്ടുള്ള ശൃംഗി അദ്ദേഹത്തിന് ശപിക്കുകയും ചെയ്യും. അപ്പോൾ ആ ശാപം അദ്ദേഹം സ്വാഗതം ചെയ്ത് അവസാനം അദ്ദേഹം പരീക്ഷത് മഹാരാജാവ് തന്റെ പുത്രനായിട്ടുള്ള ജനമേജയന് കൊടുത്തതിന് ശേഷം അദ്ദേഹം ആ മരണമാസന്നമായിരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടന്നു. അദ്ദേഹം ഗംഗയുടെ തീരത്തെത്തി. അവിടെ ധാരാളം ഋഷിമാരും അവിടെ എത്തിച്ചേർന്നു. കാര്യം ആ ഋഷിമാർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഒരു വലിയൊരു യജ്ഞം നടക്കാൻ പോകുന്നു, ഭാഗവത യജ്ഞം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അവരവിടെ എത്തിച്ചേർന്നു. അപ്പോഴങ്ങനെ ആ ഋഷിമാരെല്ലാം വളരെയധികം ഉപചാരപൂർവ്വം അവിടെ സ്വീകരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ശുകദേവ ഗോസ്വാമി അവിടേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ആ പ്രവേശനത്തോടുകൂടി ഈ 1-ാമത്തെ സ്കന്ധം തീരുകയാണ്. 19 അധ്യായമുണ്ട്, ആ 1-ാമത്തെ സ്കന്ധം തീരുകയാണ്. വീണ്ടും അവിടെ വെച്ചിട്ടാണ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ശൗനകാദി ഋഷികൾ സുധഗോസ്വാമിയോട് പറഞ്ഞ ആ ഭാഗവത അമൃത് അവർക്കും പകർന്നു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആരംഭിക്കും. അപ്പോൾ ആ ചരിത്രത്തിലേക്ക് പരീക്ഷത് മഹാരാജാവിന്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ അതിനുശേഷം ശുകദേവ ഗോസ്വാമി വരുന്നതാണ് പിന്നെ പറയുന്നത്. പിന്നെ ആ ഭാഗവതം തുടങ്ങുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ആ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധമെല്ലാം അവസാനിച്ചു. എല്ലാവരും വളരെയധികം ഇനി നാളെ ഒരു യുദ്ധമില്ല എന്ന് കരുതി എല്ലാവരും സമാധാനത്തോടുകൂടി ആ ശിബിരത്തില് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അശ്വത്ഥമാവ് കൃപാചാര്യരും വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പാണ്ഡവരുടെ ഉറങ്ങി കിടക്കുന്ന എല്ലാവരെയും അർദ്ധരാത്രിയിൽ വന്നിട്ട് എല്ലാവരും വധിക്കുന്നു. അതില് പാണ്ഡവരുടെ പുത്രന്മാർ 5 പുത്രന്മാർ, ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും വധിക്കും. അപ്പൊ ഈ സമയത്ത് അർജുനൻ അവിടെ ഇല്ലായിരുന്നു, അർജുനും പാണ്ഡവരും അവിടെ ഇല്ലായിരുന്നു. കാര്യം ഇതെല്ലാം ഭഗവാന്റെ ഒരു പ്ലാനായിരുന്നു. അങ്ങനെ ആ വധം ശ്രമിച്ച ദ്രൗപദി വളരെയധികം ദുഃഖിതയായി മാറും. അതുപോലെ തന്നെ പാണ്ഡവരും വളരെയധികം ദുഃഖിതരായി മാറും. അപ്പോൾ അർജുനൻ വരും, അർജുനൻ വളരെയധികം ദുഃഖാതനായി മാറും. അർജുനൻ ദ്രൗപദിയോട് പറയും, ഈ ഞങ്ങളുടെ പുത്രന്മാരെ വധിച്ച ആ ഘാതകന്റെ തല ഞാൻ ഛേദിച്ചു കൊണ്ടുവരും. ആ തലയിൽ നിന്നുകൊണ്ട് നിനക്ക് നിന്റെ പുത്രന്മാരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് വെള്ളക്കുതിരയിൽ കയറി അവരെന്ത് ചെയ്യും, ഈ ഘാതകനായിട്ടുള്ള അശുദ്ധമാവിനെ അന്വേഷിച്ച് പുറപ്പെടും. ഇപ്പോൾ വളരെയധികം ചീർപ്പാഞ്ഞു വരുന്ന ഈ കൃഷ്ണാർജുനന്മാരുടെ രഥങ്ങൾ ദൂരെ നിന്ന് അശുദ്ധമാവ് വീക്ഷിക്കുകയും അശുദ്ധമാവ് തന്റെ കുതിരയുടെ വേഗത കൂട്ടുകയും ചെയ്യും. പക്ഷെ കുറെ കഴിയുമ്പോൾ അശുദ്ധമാവിന്റെ കുതിരയുടെ വേഗത കുറയും, നിലച്ചു, പിന്നെ ആ കുതിരയ്ക്ക് ഓടാൻ പറ്റാതെ. അപ്പോഴത്തേക്കും കൃഷ്ണാർജുനന്മാർ ഏകദേശം അടുത്തെത്താറായി എന്ന് മനസ്സിലാക്കി തന്നെ വധിക്കുമെന്നുള്ള ബുദ്ധിഭയം അശ്വത്ഥമാവിനുണ്ടായി. തനിക്ക് വന്നു ചേരാൻ പോകുന്ന ആസന്നമായ മരണത്തിനെ കുറിച്ച് അറിഞ്ഞ അശ്വത്ഥമാവ് ഉടനെ തന്നെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നദിക്കരയിൽ നിന്ന് തന്റെ ശരീരശുദ്ധി ചെയ്ത് ആചമനാദികളെല്ലാം ചെയ്തതിനു ശേഷം ബ്രഹ്മാസ്ത്രത്തിനെ ധ്യാനിച്ച് അദ്ദേഹം നമ്മുടെ അർജുനന്റെ നേരെ പ്രയോഗിക്കും. അർജുനൻ അറിയില്ല. അപ്പോൾ അർജുനൻ നോക്കുമ്പോൾ കത്തിക്കാളി വരുന്ന അത്യുജ്വല തേജസ്സോടുകൂടി എന്തോ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വരുന്നതായിട്ട് കാണും. ആ അഗ്നിജ്വാല തന്നെ മുഴുവനും നശിപ്പിക്കുമെന്ന് അർജുനൻ വിചാരിച്ചു. അങ്ങനെ അന്തം വിട്ടിട്ട് അർജുനൻ ഭഗവാനോട് വളരെ ഭയാകുലത്തോടുകൂടി അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കും. കൃഷ്ണ കൃഷ്ണ മഹാബാഹു ഭക്താനാന ഭയങ്കരം ത്വമേക ദഹ്യമാന നാമവർഗോസി സംസ്കൃതം. ഭഗവാനെ കൃഷ്ണ കൃഷ്ണ മഹാബഹു, ഈ കത്തിക്കാളി വരുന്ന ഈ അത്യുജ്വല തേജസ്സോടുകൂടി വരുന്നത് എന്താണ്? ഇത് എന്നെ ഇല്ലാതാക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭഗവാനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കും, ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കും. അപ്പോൾ ഭഗവാൻ പറയും, അർജുനോട് പറയും, അർജുന ഇത് വേറെ ഒന്നുമല്ല, തനിക്ക് ആസന്നമായ മൃത്യുവിനെ ഭയന്നിട്ട് അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് ഇത്. ഈ ബ്രഹ്മാസ്ത്രം
ത്തിനെ ഇല്ലാതാക്കാൻ വേറൊരു ബ്രഹ്മാസ്ത്രത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ നീ എന്ത് ചെയ്യുക? നീയും ബ്രഹ്മാസ്ത്രത്തിനെ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ അതുപോലെ തന്നെ തന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ജലശുദ്ധി വരുത്തി, ശരീരശുദ്ധി വരുത്തി അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രത്തിനെ ധ്യാനിച്ചു, അദ്ദേഹം അയച്ചു. അപ്പോൾ ഈ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുടെയും അത്യുഗ്രമായ ആ ജ്വാല ഈ സർവഗ്രഹങ്ങളെയും വളരെയധികം പരിതാപകരമാക്കി, സർവഗ്രഹങ്ങളെയും ജീവജാലങ്ങളെയും ദേവന്മാരെ എല്ലാവരെയും പരിതാപകരമാക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ എല്ലാവരും വളരെയധികം ആകുലപ്പെടുന്നതായിട്ട് എല്ലാം കണ്ടപ്പോൾ ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞു, അർജുന, നിനക്ക് ഈ ബ്രഹ്മാസ്ത്രത്തിനെ നിനക്ക് പിൻവലിക്കാൻ അറിയാം, ഈ രണ്ട് ബ്രഹ്മാസ്ത്രത്തിനെ നീ പിൻവലിക്കാൻ പറഞ്ഞു, ഉപസംഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്രകാരം ഭഗവാന്റെ വാക്ക് കേട്ടിട്ട് അർജുനൻ എന്ത് ചെയ്തു? ഈ ബ്രഹ്മാസ്ത്രത്തിനെ ഉപസംഹരിച്ചു. ഉപസംഹരിച്ചതിന് ശേഷം അർജുനൻ എന്ത് ചെയ്തു? ഈ പെട്ടെന്ന് തന്നെ അശ്വത്ഥമാവിനെ അടിച്ച് അദ്ദേഹത്തിനെ അവിടെ വെച്ചിട്ട് ധാരാളം അടിയെല്ലാം കൊടുത്ത് അദ്ദേഹത്തിനെ കയറുകൊണ്ട് കെട്ടിച്ചു. ഒരു മൃഗത്തിനെ എങ്ങനെയാണ് കയറുകൊണ്ട് ബന്ധിക്കുന്നത് അതേ രീതിയിൽ ബന്ധനസ്ഥനാക്കിയിട്ട് അദ്ദേഹത്തിനെ വലിച്ചടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. കാര്യം അതിന് ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഭഗവാൻ പറയും, അല്ലെങ്കിൽ അർജുന, യവൻ നിദ്രയിലാണ്ട കിടന്ന നിരപരാധികളായിട്ടുള്ള ആ ബാലന്മാരെ വധിച്ചത് കാരണം യവനെ എന്ത് ചെയ്യുക? വധിക്കുക. നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബാലന്മാരെ യവൻ വധിച്ചു, ഈ ദുഷ്ടൻ. അതിനാൽ യവൻ വധിക്കാൻ അർഹപ്പെട്ടവനാണ്, അതിനാൽ നീ വധിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ധർമ്മതത്വങ്ങൾ അറിയുന്ന ഒരുവൻ, അതായത് ധർമ്മതത്വങ്ങൾ അറിയുന്ന ഒരുവൻ വൃദ്ധരായിട്ടുള്ള ആളുകളെ വധിക്കില്ല, സ്ത്രീകളെ വധിക്കില്ല, ബാലന്മാരെ വധിക്കില്ല. യവന് ധർമ്മതത്വങ്ങളെ കുറിച്ച് അറിയാം. എന്നിട്ട് യവൻ എന്ത് ചെയ്തു? ആ ബാലന്മാരെ വധിച്ചത് കാരണം യവനെ എന്ത് ചെയ്യുക? വധിക്കുക. വീണ്ടും ഭഗവാൻ പറയും, ഒരുവൻ സ്വന്തം അസ്തിത്വത്തിനെ നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് വേറെ ഒരാളുടെ ജീവൻ അപഹരിക്കിയാൽ ഇവനെ എന്ത് ചെയ്യുക? ഇവന് തീർച്ചയായിട്ടും കൊല്ലുക തന്നെ വേണം. അശുദ്ധമാവ് തന്റെ അസ്തിത്വത്തിനെ നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മറ്റുള്ളവരെ ജീവൻ അപഹരിച്ചു. അതിനാൽ അവൻ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും വധിക്കുക. മാത്രമല്ല, നീ ദ്രൗപദിക്ക് വാക്ക് കൊടുത്തതാണ്. എന്താണ് വാക്ക് കൊടുത്തത്? അവളുടെ പുത്രന്മാരെ കൊന്നവർ ഘാതകന്റെ ശിരസിനെ ഛേദിച്ചു വന്നിട്ട് ആ ശിരസിൽ നിന്നിട്ട് അന്തിമ കാര്യങ്ങൾ ചെയ്യാമെന്ന് നീ വാക്ക് കൊടുത്താണ്. അതിനാൽ അവനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വധിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അർജുനൻ എന്ത് ചെയ്യില്ല? അശുദ്ധമാവിനെ വധിക്കാൻ തയ്യാറായി. അവിടെ സുതഗോസ്വാമി പറയുകയാണ്, തന്റെ മുമ്പിൽ, അതായത് ദ്രൗപദിയുടെ മുമ്പിൽ ഒരാളെ കെട്ടിവലിച്ച് അവിടെ കൊണ്ടിരിക്കുകയാണ് അശ്വത്ഥമാവ്. അപ്പോൾ സുതഗോസ്വാമി പറയുന്നത്, അതായത് നിഷിദ്ധമായിട്ടുള്ള ഒരു വധം, പരമനിന്ദ്യമായിട്ടുള്ള വധം ചെയ്യുകയാൽ അശ്വത്ഥമാവ് വളരെയധികം നിശബ്ദനും, അതുപോലെ തന്നെ ഈ മൃഗത്തെ എന്ന പോലെ കെട്ടിയിരിക്കുന്നതിനാൽ വളരെ നിശബ്ദനായിട്ട് കിടക്കുന്ന അശ്വത്ഥമാവിനെ ദ്രൗപദി കാണും. അപ്പോൾ ദ്രൗപദി കാണുമ്പോൾ ആ സ്ത്രീ സഹജമായ സ്വഭാവം ദ്രൗപദിക്ക് ഉടലെടുക്കുകയും മാത്രമല്ല സദ്ഗുണ സമ്പന്നയുമാണ് ദ്രൗപദി. അപ്പോൾ ആ ഗുണങ്ങൾ ഉള്ള ആ ദ്രൗപദി അശ്വത്ഥമാവിനെ കണ്ടപ്പോൾ അവർക്കെന്താണ്? ആ അശ്വത്ഥമാവിനോട് ആദരവ് തോന്നി. എന്നിട്ട് പറഞ്ഞു, ഇവനെ എന്ത് ചെയ്യുക? ഈ അശ്വത്ഥമാവിനെ അങ്ങ് സ്വതന്ത്രനാക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നിട്ട് ദ്രൗപദി അത് മാത്രമല്ല, സ്വതന്ത്രമാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ അതാണ്. ദ്രൗപദി, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥമാവിനെ ശിക്ഷിക്കാൻ, വധിക്കുന്നതിനേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിദ്രയിലാണ്ട് കിടക്കുന്ന ബാലന്മാരെ കൊന്നവനാണ്, ഇവന് ധർമ്മതത്വങ്ങൾ അറിയാമെന്നുള്ള ഒരാളാണ്, പിന്നെ മാത്രമല്ല സ്വന്തം അസ്തിത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്നവനാണ്, പിന്നെ നീ വാക്ക് കൊടുത്തു. ഇതെല്ലാം പറഞ്ഞ് അശ്വത്ഥമാവിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും ദ്രൗപദി എന്താണ് പറഞ്ഞത്? അശ്വത്ഥമാവിനെ വധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയും. അവർ പറയുന്ന വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ധർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആദ്യം പറയും, പിന്നെ അവർ ന്യായം വച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറയും, പിന്നെ കരുണ വച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും, പിന്നെ യശസ്, അതായത് കുലത്തിലൊക്കെ ഉള്ള യശസ് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവർ കാര്യങ്ങൾ പറയും, പിന്നെ സമഭാവം അത് വെച്ചിട്ട് കാര്യങ്ങൾ പറയും, പിന്നെ പറയും ഭക്തഗുണം,
ആ ദ്രൗപദിയുടെ ആ ഭക്തന്റെ ആ ഗുണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഓരോ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് പറയുന്നത്. ഇപ്പോൾ ഈ ശ്ലോകം പറയുന്ന ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ധർമ്മത്തിൽ നിന്നിട്ട് കൊണ്ടാണ് പറയുന്നത്. കാര്യം അല്ലയോ അർജുന, അങ്ങ് ഗുരുവിൽ നിന്നിട്ട് ഈ ആയോധന വിദ്യകളെല്ലാം പഠിച്ചത്. അതിനാൽ അങ്ങക്ക് ഗുരു ഇപ്പോൾ ഗുരു പുത്രനിലൂടെയാണ് ജീവിക്കുന്നത്, അതിനാൽ വധിക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ ധർമ്മത്തിനെ കുറിച്ചുള്ള പറയും. ഇനി അങ്ങോട്ട് ന്യായത്തിനെ കുറിച്ച് പറയും, പിന്നെ കരുണയെ കുറിച്ച് പറയും, പിന്നെ അതുപോലെ യശസ്സിനെ കുറിച്ച് പറയും, അതുപോലെ സമഭാവത്തിനെ കുറിച്ച് പറയും, ഭക്തന്റെ ഗുണത്തിനെ കുറിച്ച് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ്രൗപദി ശ്രേഷ്ഠയായ ഭക്തയാണ്. ദ്രൗപദി ഒരിക്കലും ഒരു കർമ്മിയല്ല. ഒരു കർമ്മിയുടെ സ്വഭാവമാണ് ദ്രൗപദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അശ്വത്ഥാമാവിനെ കൊല്ലാൻ വേണ്ടി ദ്രൗപദി പ്രേരിപ്പിക്കും. കാര്യം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള ദ്രുപദ രാജാവിനെ അശ്വത്ഥാമാവിന്റെ പിതാവായിട്ടുള്ള ദ്രോണാചാര്യർ വളരെയധികം ആക്ഷേപിച്ചിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട്, അവമാനിച്ചിട്ടുണ്ട്. തന്റെ രാജ്യത്തിന്റെ പകുതി തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ദ്രൗപദിക്ക് ദ്രോണാചാര്യരോട് വെറുപ്പുണ്ടാകും. അതുപോലെ തന്നെ ദ്രോണാചാര്യ പുത്രനോടും വെറുപ്പുണ്ടാകും. കാര്യം എന്താണ്? ഇപ്പം ചെയ്തിരിക്കുന്നത് വളരെയധികം കൊടിയ ഒരു ദുഷ്ടതനമാണ് അശ്വത്ഥാമാവ് ചെയ്തിരിക്കുന്നത്. തന്റെ 5 പുത്രന്മാരെ വധിച്ച ഒരാളാണ് അശ്വത്ഥാമാവ്. അപ്പോൾ ദ്രൗപദിക്ക് ആ ഒരു കർമ്മിയുടെ സ്വഭാവത്തിൽ നിന്നിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും വധിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും. പക്ഷെ അവിടെ അതല്ല ചെയ്തത്. ഭക്തയുടെ ഗുണമാണ് അവിടെ അവരെടുത്ത് കാട്ടുന്നത്. അപ്പോൾ ആ ഭക്തിയുടെ സവിശേഷതകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാര്യം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളെ എങ്ങനെയാണ് ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയാണ്? 17-ാമത്തെ അധ്യായത്തില് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ 17-ാമത്തെ അധ്യായത്തിൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്. അതിന് ശില പ്രഭുപാദരും എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഭക്തന്റെ മനോഭാവം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. കാര്യം നമുക്കറിയാം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം. അപ്പോൾ ആ ദുരിതത്തിന് ഒരു ഭക്തന്റെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഭക്തൻ അറിയാം, ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഒരു ശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം. എന്ത് നടക്കുന്നത് ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ എന്ത് ദുഃഖവും ദുരിതവും നമുക്ക് സന്തോഷവും സന്താപം എല്ലാം ഉണ്ടാകണമെങ്കിൽ അത് ഭഗവാന് അറിയാം, ഭഗവാൻ അനുമതി. അപ്പോൾ അതിൽ അവർ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ദുഃഖത്തിനും ദുരിതത്തിനും നമ്മുടെ പൂർവജന്മ പാപമാണ്. പൂർവജന്മ കൃതം പാപം വേദി രൂപേണ ജായം. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ എന്താണ് ദുഃഖത്തിനും ദുരിതത്തിനും കാരണം നമ്മുടെ കർമ്മം തന്നെയാണ്. ഇപ്പോൾ കർമ്മത്തിന്റെ ഫലമാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. മൂന്നാമത്തത് പറയുന്നത്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കലാപകാരികളായിട്ടുള്ള ആളുകൾ ആ ഭക്തനെ ഇവൻ പീഡിപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു ശരീരോപദ്രവം ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ പോലും ആ കലാപകാരികളെ ഭക്തൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുകയില്ല. മറിച്ച് അത്തരം കലാപകാരികൾ ആ ഭക്തനെ ഉപദ്രവിച്ചത് എന്തെങ്കിലും ഒരു പരോക്ഷ കാരണം ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്, എന്ന് വിചാരിച്ച് സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വിചാരിക്കും തനിക്ക് ഇതിനെക്കാട്ടിയും വലുത് വരേണ്ടതാണ്, പക്ഷെ ഭഗവാന്റെ കാര്യം കൊണ്ടാണ് തനിക്ക് ഇത്രേ വന്നതുകൊണ്ട് തത്തെ അനുകമ്പ സമക്ഷമാണ് പുഞ്ചാന ഏവാത്മകൃത വിഭാഗം. ഭഗവാൻ എനിക്ക് ഇതിനെക്കാട്ടിയും വലുതാണ് വരേണ്ടിയിരുന്നത്, പക്ഷെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്കിപ്പോൾ സംഭവിച്ച ഇത്രേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കാര്യം ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ഭഗവാനും ദ്രൗപദിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നത്, എന്റെ 5 ഭർത്താക്കന്മാരെ ഞാൻ എന്തായാലും രക്ഷിക്കും, അവർ ഈ യുദ്ധം കഴിഞ്ഞാലും എന്താണ് അവരുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല ഭഗവാന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ആ രാത്രി യുദ്ധം കഴിഞ്ഞതിന്റെ രാത്രി പാണ്ഡവര് വളരെയധികം ഇനി സുഖമായിട്ട് നിദ്രയെ പ്രാപിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഉറങ്ങാനൊന്നും പോണ്ട, നിങ്ങൾ തൽക്കാലം എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു ഈ 5 പേരെയും, ഈ പാണ്ഡവർ 5 പേരെയും ഭഗവാൻ വിളിച്ചുകൊണ്ട് പോകും. അതേസമയം പാണ്ഡവർ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ അശ്വത്ഥാമാവിന്
ഈ പാണ്ഡവരുടെ പുത്രന്മാരെ മറ്റുള്ളവരെ ആക്രമിക്കാൻ പറ്റില്ല. അർജുൻ ഗുഡാകേശൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം നിദ്ര അതിജീവിച്ച ആളാണ്. രാത്രിയിൽ എന്തൊരു ചെറിയൊരു ശബ്ദം പോലും അദ്ദേഹത്തിന് പിടിച്ചെടുക്കാനും അതിനനുസരിച്ച് യുദ്ധം ചെയ്യാനും കഴിവുള്ള ആളാണ് അർജുൻ. ഒരിക്കലും അർജുൻ അവിടെ ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ പ്ലാനാണ്. ഭഗവാൻ ഈ ലോകത്ത് ആവിർഭവിക്കുമ്പോൾ ചില പ്രത്യേക ഉദ്ദേശമുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടും ഭഗവാന്റെ അനുജന്മാരും സഹചരന്മാരും അതുപോലെ ഭക്തന്മാരും ഭൂമിയിൽ അവതരിക്കും. തിരിച്ചു പോകുമ്പോൾ അവരെല്ലാവരും തിരിച്ചു കൊണ്ടുപോകണമെന്ന് ഭഗവാനും ആഗ്രഹിക്കും. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന ഭഗവാന്റെ അനുമതിയോടെയാണെന്ന് ഒരു ഭക്തനറിയാം. അപ്പോൾ ആ ഒരു അറിവ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ദ്രൗപദിക്കുണ്ടായിരുന്നു, അല്ലേ? പക്ഷെ നമ്മൾ ഒരു ഭക്തൻ അല്ലെങ്കിൽ ആ ഭക്തന്റെ ഗുണം വളർന്നിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ദുഃഖവും ദുരിതവും വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കും. കാര്യം നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് ആ രീതിയിലാണ് വളർന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി അങ്ങനെ ഇഴഞ്ഞു ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ ചെറുതായിട്ട് നടന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അറിയാതെ കുട്ടിയുടെ തല ഒരു ടേബിളിൽ ഇടിച്ചെന്ന് ഇരിക്കട്ടെ, ആ കുട്ടിക്ക് വേദന ഉണ്ടാകുമ്പോൾ കിടന്ന് കരയും. ഇപ്പൊ അമ്മ ഓടിക്കൊണ്ടുവരും. അമ്മ കണ്ടു, മനസ്സിലായി ഈ കുട്ടിയുടെ തല കുട്ടി എണീറ്റപ്പോഴത്തേക്ക് ഈ ടേബിളിൽ ഇടിച്ചതാണെന്ന് മനസ്സിലായി. ഒരു കുട്ടി കരച്ചിൽ. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ഓടിക്കൊണ്ട് വന്നിട്ട് ആഹാ ടേബിളെ നീയാണ് കാരണം എന്ന് പറഞ്ഞ് ടേബിളിന് ഒരു 5-6 അടി കൊടുക്കും. ഇതിപ്പോ കുട്ടി കാണുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കുട്ടി ആ കരച്ചിലും നിർത്തും. ടേബിൾ കാരണമാണ് എന്റെ തല ഇടിച്ചത്. അപ്പൊ അവിടെ തന്റെ കാരണമല്ല, ടേബിളാണ് എന്ന് ആ കുട്ടിക്ക് ചെറുതായിട്ട് ഒരു ബോധം എന്ന് പറയും. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? കുട്ടി എണീറ്റപ്പോൾ ടേബിൾ ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടെ അമ്മ വന്നിട്ട് ടേബിളിന് 2 അടി കൊടുത്തപ്പോഴത്തേക്ക് അതിന് സമാധാനം. അതുപോലെ തന്നെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും നമ്മൾ ടെമ്പിൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 3.5-4 വയസ്സുള്ള ഒരു കുട്ടി, അതുപോലെ തന്നെ അതിന്റെ ജ്യേഷ്ഠ ഒരു 7 വയസ്സുള്ള കുട്ടി, ആ ക്ലീനിങ് ചെയ്തപ്പോഴത്തേക്ക് ടൈൽസ് അല്ലേ, അപ്പോഴത്തേക്ക് അതില് നല്ല സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇളയ കുട്ടി വീഴുന്നു. ജ്യേഷ്ഠൻ ഓടുന്നത് കണ്ട് ഇളയ കുട്ടി ഓടിയതാണ്. ഇളയ കുട്ടി വീഴുന്നു. ജ്യേഷ്ഠൻ ഓടി പോവുകയും ചെയ്തു. പിന്നെ നമ്മൾ ആ കുട്ടിയെ എടുത്തു. അപ്പോഴേ കരഞ്ഞു. വീഴുന്നപ്പം നല്ല വേദനിച്ച് കരഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉടനെ പറയുന്നു ജ്യേഷ്ഠൻ തള്ളിയിട്ടത്. ജ്യേഷ്ഠനെ കുട്ടിയെ തള്ളിയിട്ടതേ ഇല്ല. പക്ഷെ ഉടനെ തന്നെ ആരെങ്കിലും മേലൊരു കുട്ടി. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആ ഒരു ചിന്ത വന്ന് വളരെ, കാര്യം നമ്മൾ തന്നെ അതിനെ ശീലിപ്പിക്കുകയാണ്. എന്താണ്? മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്ന ഒരു ടെൻഡൻസി. ഇപ്പം വളർന്നു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടു. വലിയതായപ്പോൾ ഒരിക്കൽ റോഡിൽ കൂടെ ഒരിക്കൽ ഞാൻ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു ബൈക്കിൽ വന്ന 2 പയ്യന്മാര് അവർ റോങ് ആയിട്ട് വന്നിട്ട് സൈഡിൽ ഒരു വെജിറ്റബിൾ ഈ വണ്ടി ഉണ്ടല്ലോ, അവിടെ അത് വെജിറ്റബിൾ അവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അയാൾ അവിടെ വെജിറ്റബിൾ ഇങ്ങനെ സെയിൽ ചെയ്യുകയാണ്. ഒരു തമിഴ്കാരനാണ്. അപ്പോൾ ഈ റോങ് ആയിട്ട് വന്ന ഈ ബൈക്കുകാരെ ആ വണ്ടിയിൽ ഇടിച്ചു. അപ്പോൾ ആ വണ്ടിയിൽ ഇടിച്ച് ഈ ബൈക്കുകാർ 2 പേരും വീഴുന്നു. ആ 2 ബൈക്കുകാരും എണീറ്റിട്ട് എന്താണ്, അവരുടെ കുറ്റമാണ്. എന്നിട്ടും അവർ ചെന്നിട്ട് ആ വെജിറ്റബിൾ വിൽക്കുന്ന ആ വണ്ടിക്കാരനെയാണ് അടിക്കാൻ ശ്രമിക്കുന്നത്. അയാൾ എന്തോ തെറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് ഭക്തനും ഭക്തനല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഭക്തരല്ലാത്തവർ എന്തെങ്കിലും അവർക്ക് ദുഃഖങ്ങളും ദുരിതം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ആരോപിക്കും. എന്നാൽ ഭക്തൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറ്റം ആരോപിക്കില്ല. ആ ഭക്തൻ വിചാരിക്കും ഇത് ഭഗവാന്റെ അനുമതിയാണ്, ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കില്ല. പൂർവ്വജന്മത്തിന്റെ എന്റെ പാപങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ ദുഃഖവും ദുരിതവും എല്ലാം വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി എനിക്ക് വലുത് വരേണ്ടതാണ്, പക്ഷെ ഭഗവാൻ എനിക്ക് ഇത്രേ തന്നുള്ളൂ എന്ന് വിചാരിക്കും. അതാണ് ഭക്തന്റെ ഗുണം. അപ്പൊ ഇവിടെ ദ്രൗപദിയും അതാണ്. തനിക്ക് ഈ ദുഃഖവും ദുരിതമൊക്കെ വന്നത് എന്റെ എന്തെങ്കിലും പൂർവ്വജന്മം അല്ലെങ്കിൽ ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ്. അതിൽ ഞാൻ വ്യസനിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെയധികം എന്താണ് അവർ സ്വയം അങ്ങനെ സംതൃപ്തനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, വലിയൊരു ദുഃഖമാണ് അശുദ്ധമാവ് കൊടുത്തിട്ടും അശുദ്ധമാവിന്റെ മേലില് ദ്രൗപദി ഒരിക്കലും കുറ്റം എന്ത് ചെയ്യുന്നില്ല, ആരോപിക്കുന്നില്ല. മറിച്ച് ആ ശിക്ഷയിൽ നിന്നിട്ട്, മരണശിക്ഷയിൽ നിന്നിട്ട് ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ദ്രൗപദി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പിന്നെ ഇവിടെ അപ്പോൾ ഇതൊരു സൂക്ഷ്മാർത്ഥം. പിന്നെ ഇതിലൊരു ഇതുള്ളത്, ദ്രോണാചാര്യരുടെ അനുഗ്രഹത്തിലാണ് അങ്ങ് ഈ ആയോധന കലകളെല്ലാം അഭ്യസിച്ചതെന്ന് പറയും, അല്ലേ? ഗുരുവിന്റെ കാരുണ്യം ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. അതാണ് പറയുന്നത്. ദ്രോണാചാര്യരുടെ അനുഗ്രഹം, ദ്രോണാചാര്യർ അങ്ങേ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങ് എല്ലാത്തിനും ഇതായത്. കാര്യം അല്ലെങ്കിൽ അർജുന അങ്ങയുടെ പേരിനും പ്രശസ്തിക്കും ഇതെല്ലാത്തിനും കാരണം അങ്ങ് ഈ ആയോധന വിദ്യകളെല്ലാം ഇത്രയധികം പഠിച്ചതെല്ലാം ഗുരുവിന്റെ അനുഗ്രഹത്തിലാണ്. അങ്ങയുടെ പേരിനും പ്രശസ്തിക്കും എല്ലാത്തിന്റെയും പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ അനുഗ്രഹമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല.
നമ്മൾ വീണ്ടും ചരിത്രത്തിൽ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബലി മഹാരാജാവ് പാലാഴി മദനം ചെയ്തതിനു ശേഷം അസുരന്മാരും ദേവന്മാരും തമ്മിൽ വളരെയധികം വലിയ യുദ്ധമുണ്ടാകും. അപ്പോൾ ബലി മഹാരാജാവ് ആ യുദ്ധത്തിൽ മരിക്കപ്പെടും. അപ്പോൾ മരിക്കപ്പെടുന്നവരെല്ലാവരും ശുക്രാചാര്യ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മൃത്യുഞ്ജീവനി മന്ത്രം ഉപയോഗിച്ചിട്ട് എല്ലാവരും ജീവിക്കും. അങ്ങനെ മൃത്യുഞ്ജീവനി മന്ത്രം എല്ലാം ജപിച്ച് എല്ലാവരും ബലി മഹാരാജനെ വീണ്ടും പുനർ ജനിപ്പിച്ചതിന് ശേഷം വിശ്വജിത്ത് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു യാഗം നടത്തി. ആ യാഗം നടത്തി അതിന്റെ പര്യവസാനം ശുക്രാചാര്യ തന്റെ ശക്തി തന്റെ ശിഷ്യന് കൊടുക്കും. അപ്പോഴ് തന്റെ ജീവൻ രക്ഷിച്ച ശുക്രാചാര്യോട് ബലി മഹാരാജന് വളരെയധികം സ്നേഹം ഉണ്ടാകും. അദ്ദേഹം ധാരാളം ഉപഹാരങ്ങൾ അദ്ദേഹത്തിന് നൽകും. അപ്പോൾ തന്റെ ശിഷ്യൻ തനിക്ക് നൽകിയ ഉപഹാരങ്ങളിലും ആ സ്നേഹത്തിലും ശുക്രാചാര്യ തന്റെ ശക്തി എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ബലി മഹാരാജാണ്. എന്നിട്ട് വിശ്വജിത്ത് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു യാഗം നടത്തും. ആ യാഗത്തിന്റെ പര്യവസാനം ബലി മഹാരാജാവ് സ്വർഗലോകത്തിലേക്ക് പോയിട്ട് ഇന്ദ്രനെ കീഴ്പ്പെടുത്തും. അപ്പോൾ സ്വർഗലോകത്ത് പോയവര് കാര്യം അത് സാധ്യമായത് ശുക്രാചാര്യ ഗുരുവിന്റെ അനുഗ്രഹത്താലാണ്. അപ്പോഴ് സ്വർഗലോകത്ത് ചെന്നിട്ട് അദ്ദേഹം ഇന്ദ്രപുരി വളയും, അദ്ദേഹത്തിന്റെ സൈന്യം വളഞ്ഞിട്ട് ശംഖു ഊതുമ്പോഴത്തേക്ക് ദേവേന്ദ്രൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാവും ഇവിടെ ആര് വന്നിട്ടുണ്ട്? ബലി മഹാരാജാവ് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ഓടി ബൃഹസ്പതി, തന്റെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ അരികിൽ പോകും. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റും. ബൃഹസ്പതി പറയും, അത് ഗുരുവിന്റെ അനുഗ്രഹമാണ് ബലി മഹാരാജാവിന് ഇങ്ങനെ വരാൻ സാധിച്ചത്. ഇപ്പോൾ അദ്ദേഹം ആ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ വളരെയധികം ശക്തി ആർജിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഈ സ്വർഗലോകം വിട്ട് എവിടെയെങ്കിലും നിങ്ങൾ ചെന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി പറയും. നിങ്ങൾ അദൃശ്യത്തെ പ്രാപിക്കാൻ വേണ്ടി ബൃഹസ്പതി പറയും. ബൃഹസ്പതിക്ക് അവിടെ മനസ്സിലായി ഇപ്പം ഗുരുവിന്റെ അനുഗ്രഹത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു ആര്? ബലി മഹാരാജ്. ഗുരുവിന്റെ അനുഗ്രഹം വളരെ വലുതാണ്. എന്തിനായിരുന്നാലും ഇപ്പൊ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശുകദേവ ഗോസ്വാമി പരീക്ഷത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്ന സമയത്ത് അവിടെ ആരെല്ലാം വന്നിരുന്നു? അവിടെ വ്യാസദേവൻ ഉണ്ടായിരുന്നു, നാരദ മഹർഷി ഉണ്ടായിരുന്നു, പരാശര മഹർഷി ഉണ്ടായിരുന്നു, വസിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നു, പരശുരാമൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം വലിയ വലിയ ഋഷികളും വലിയ വലിയ ജ്ഞാനികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ശുകദേവ ഗോസ്വാമിയിൽ നിന്നിട്ട് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ വന്നതാണ്. അപ്പോൾ അതിനർത്ഥം ശുകദേവ ഗോസ്വാമി അവിടെ വ്യാസദേവനെക്കാട്ടിയും ശ്രേഷ്ഠനാണോ അല്ലെങ്കിൽ നാരദ മഹർഷിയെക്കാട്ടിയും ശ്രേഷ്ഠനാണെന്നുള്ളതല്ല. അദ്ദേഹത്തിന് ശുകദേവ ഗോസ്വാമിക്ക് അങ്ങനെ പറയാൻ സാധിച്ചത് തന്റെ ഗുരുവായിട്ടുള്ള വ്യാസദേവൻ അദ്ദേഹത്തിന് ശക്തി കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, എംപവേർഡ് ആക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ ഭക്തിവേദാന്ത സംസ്ഥ പ്രഭുപാദനെ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ കൃഷ്ണാവബോധം മുഴുവനും പ്രചരിപ്പിച്ചു. അദ്ദേഹം ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ തുറന്നു, ധാരാളം ബുക്കുകൾ പ്രിന്റ് ചെയ്തു, ധാരാളം പേർക്ക് ആത്മീയ ദീക്ഷ കൊടുത്തു. അങ്ങനെ ധാരാളം ലോകത്ത് മുഴുവനും ഇത് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഭക്തിസിദ്ധാന്ത അദ്ദേഹത്തിന്റെ ഗുരുവായ ഭക്തിസിദ്ധാന്ത പരംപൂജനായിട്ടുള്ള ഭക്തിസിദ്ധാന്ത ഗോസ്വാമി മഹാരാജിനെക്കാട്ടിയും ശ്രേഷ്ഠനാണ് ശ്രീല പ്രഭുപാദം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. കാര്യം ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് നിർമ്മിച്ച ക്ഷേത്രങ്ങൾക്കാട്ടി എത്രയോ മടങ്ങ് ക്ഷേത്രമാണ് ഭക്തിവേദാന്ത സംസ്ഥ പ്രഭുപാദ് നിർമ്മിച്ചത്. ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി എഴുതിയിട്ടുള്ള ബുക്കിനെക്കാട്ടി എത്രയോ വലിയ ഗ്രന്ഥങ്ങളാണ്, എത്രയോ അധികം ഗ്രന്ഥങ്ങളാണ് ശ്രീല പ്രഭുപാദ് രചിച്ചിട്ടുള്ളത്. എത്രയോ ശിഷ്യന്മാർ ശ്രീല പ്രഭുപാദ്. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയും, എനിക്ക് അത് ലഭ്യമായത് എപ്പോഴും എന്റെ ഗുരുവിന്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചതെന്ന് എപ്പോഴും ശ്രീല പ്രഭുപാദ് പറയും. അപ്പൊ എപ്പോഴും ഗുരു എംപവേർഡ് ചെയ്യും. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ സാധ്യമാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജയപ്രകാശ് സ്വാമി മഹാരാജ്, രാമനാഥ് സ്വാമി മഹാരാജ്, മഹാവിഷ്ണു സ്വാമി മഹാരാജ്, ഇങ്ങനെ ഇഷ്ടംപോലെ ആചാര്യന്മാർ വർത്തമാന ഗുരുക്കന്മാരാണ്. ഇപ്പൊ ജയപ്രകാശ് സ്വാമി ഗുരു മഹാരാജിന്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഇപ്പൊ ഏകദേശം 75,000-ഓളം പരം ശിഷ്യന്മാരാണുള്ളത്. ശ്രീല പ്രഭുപാദുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എത്രമാത്രം ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുത്തു ഇതുപോലെ വർത്തമാന ഗുരുക്കന്മാർ. അപ്പോൾ എന്തുമാത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെയധികം സെന്ററുകൾ തുറന്നു, വേൾഡിൽ അത്രമാത്രം സെന്റർ തുറന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കാമോ ഇവരൊക്കെയാണ് ശ്രീല പ്രഭുപാദനെക്കാട്ടി ശ്രേഷ്ഠരെന്ന് പറയാൻ പറ്റും? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ അവിടെയൊക്കെ സാധ്യമായത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവർക്കെല്ലാം അങ്ങനെ സാധ്യമായത്.
അപ്പൊ ഇവിടെ അതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്കതെല്ലാം എന്ത് ചെയ്യുന്നത് വരുന്നത്. നമ്മുടെ ആധ്യാത്മിക പുരോഗതിയാവട്ടെ മറ്റെല്ലാ പുരോഗതിയും ഗുരുവിന്റെ കൃപയാണ് സാധ്യമാണ്. അതിവിടെ ദ്രൗപദി അർജുനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുവിന്റെ കടാക്ഷം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത് സാധ്യമാകുന്നത്. ശരിക്കും ഭാഗവതം നമ്മൾ നോക്കുമ്പോൾ ഒന്ന് പ്രത്യക്ഷമായിട്ട് ഒരർത്ഥം കാണും. പിന്നെ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മപരമായിട്ടുള്ള അർത്ഥം ഉണ്ടാകും. പിന്നെ നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള അർത്ഥം കാണും. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്ന് ഭക്തന്റെ ഗുണം. എത്ര തന്നെ നമുക്ക് ശത്രുക്കൾ പലതും നമുക്ക് പല ഒരു ശത്രുക്കളാകാം. ഈ ശത്രുക്കൾ നമുക്ക് ഉണ്ടാകുന്നതും നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ്. എന്തും നമുക്ക് ദുഃഖത്തിനും ദുരിതത്തിനും എല്ലാത്തിനും നമുക്ക് ഒരാളെ നമ്മളോട് ശത്രുതായിട്ട് പെരുമാറാനും ഒരാൾ നമ്മൾ ദേഷ്യത്തോട് പെരുമാറുന്നതിനും എന്തെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ ആ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്, അല്ലാതെ അല്ല. ഇപ്പോഴ് ഒരിക്കലും ഞാൻ നമ്മുടെ ഇവിടെ ബഹറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു അറബി പയ്യൻ എന്നോട് ചോദിച്ചു, നീ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. മുസ്ലിം അല്ലാത്ത ഞാൻ ഒരാൾ എങ്ങനെ മുസ്ലിം എന്ന് പറയും? ഞാൻ ഒന്നും മിണ്ടിയില്ല, മിണ്ടാണ്. അപ്പൊ എന്റെ കഴുത്തിലെ കണ്ടിമാല കാണും. അപ്പോഴവൻ ഉടനെ അറബിയിൽ കുറെ എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ എന്റെ മുഖത്ത് തുപ്പി. അപ്പോഴും ഉടനെ നമ്മൾക്ക് എന്താണ് ശരിക്കും അതാണ് ഞാൻ ഏതെങ്കിലും ജന്മത്തിൽ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദേഷ്യം ഉണ്ടാവും പെട്ടെന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വിചാരിക്കണം. നമുക്കിത് ഉണ്ടായത് എന്തെങ്കിലും ഒരു ഇത് കാണും. കാര്യം ആ സമയത്ത് ആ പയ്യനെ കാണാനും അവന്റെ മുഖത്ത് തുപ്പാനും അവ ഇങ്ങനെ ചോദിക്കാനും നമുക്കൊരു വിധി ഉണ്ടായിരിക്കും. ഒരിക്കൽ അതുപോലെ പണ്ട് നമ്മൾ പുത്തരിക്കണ്ട മൈതാനം, ട്രിവാൻഡ്രം പുത്തരിക്കണ്ട മൈതാനത്തിൽ ഇസ്കോൺ നമ്മളെ തെക്കാടുള്ള പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പുത്തരിക്കണ്ട മൈതാനത്തിൽ അന്ന് പുത്തരിക്കണ്ട മൈതാനത്തിൽ നമ്മളെ പ്രോഗ്രാം അല്ല, നമ്മൾ ഇസ്കോണിലെ തെക്കാടുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈസ്റ്റ് കോട്ടിൽ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ പെന്തക്കോസ്തിന്റെ ഒരു വലിയൊരു ഇത് നടക്കുകയായിരുന്നു അവിടെ. അപ്പോഴ് അവരും അതിന്റെ ആ പെന്തക്കോസ്തിന്റെ ഇതെല്ലാം കഴിഞ്ഞു വന്നു. ഒരു സ്ത്രീ നമ്മുടെ തിലകോ ഇത് കണ്ടിമനക്കിട്ട് സാത്താന്റെ കുട്ടികളാണെന്ന് പറഞ്ഞു സാത്താൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ തുപ്പിത്തന്നു മുഖത്ത്. അപ്പോഴും മിക്കവാറൊക്കെ തുപ്പൽ ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോഴിതൊക്കെ നമ്മൾ വിചാരിച്ചോളാണ് നമ്മുടെ പൂർവ്വജന്മത്തിന്റെ എന്തെങ്കിലും ഭാവമാണെന്ന് വിചാരിക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഭക്തന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീമദ് ഭാഗവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പ്രതികരണം വരുമെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു വെക്കുക. നമ്മുടെ എന്ത് ദുഃഖത്തിനും ദുരിതത്തിനും കാരണം ഈ ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കർമ്മത്തിന്റെ ഇതാണ്. എത്ര തന്നെ ആയിരുന്നാലും എന്തെങ്കിലും ക്ലേശങ്ങൾ, ഇപ്പൊ കലാപകാരികൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ 17-ാം അധ്യായത്തിൽ പറഞ്ഞു, കലാപകാരികൾ ഒരു ഭക്തനെ ആക്രമിച്ചാൽ തന്നെ ആ ഭക്തൻ വിചാരിക്കും ഇതെനിക്ക് വന്നത്, ആ ഭക്തൻ ഒരിക്കലും ആ കലാപകാരികളെ കുറ്റപ്പെടുത്തുകയില്ല. എന്തെങ്കിലും ഒരു പരോക്ഷ കാരണത്തിലാണ് അവരെന്നെ ആക്രമിച്ചതെന്ന് അവർ വിചാരിക്കും. ഏതെങ്കിലും ജന്മത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടാണ് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എല്ലാം നമ്മളാണ് അതിന്റെ കുറ്റക്കാരനെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആരോടും വിദ്വേഷം ഉണ്ടാകില്ല. എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കും എത്ര തന്നെ എന്നാൽ. അപ്പൊ ആ ഒരു മനോഭാവം വളർത്തുക എന്നുള്ളത് ഈ ശ്ലോകത്തിലുണ്ട്. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം ഗുരുവിന്റെ കൃപയാണ് നമ്മുടെ എല്ലാത്തിന്റെയും ഉയർച്ചയ്ക്കും കാരണം. ഇപ്പോൾ ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യുക, അത്രയധികം വർഷിപ്പ് ചെയ്യുക ഗുരുവിന്റെ കൃപ കിട്ടാൻ വേണ്ടി. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, आनंदकोटि वैष्णव की जय. എനിക്കൊരു നമ്മളിങ്ങനെ നമുക്കാണ് കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞ് നമ്മളാണ് കർമ്മികളെന്ന് നമ്മളെ മനസ്സ് സ്വയം തോന്നൂലേ? അപ്പൊ നമുക്ക് സ്വയം നമ്മൾ കർമ്മിയാണെന്നുള്ളൊരു ചിന്ത വരില്ലേ? ഹരേ കൃഷ്ണ. നമ്മൾ ശരിക്കും ആ ഒരു ചിന്ത നമ്മൾ മാറ്റാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക. കാര്യം ഒരു 2-3 രീതികൾ നമ്മൾ ഈ ഹിപ്നോട്ടിസം ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പം ചില മാനസികമായിട്ടുള്ള എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഹിപ്നോട്ടിസം ചെയ്യാറുണ്ട്. ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കണം. അതുപോലെ തന്നെ നമ്മളും സ്വയമേ ഒരു ഹിപ്നോട്ടിസം നമ്മൾ സ്വയമേ ചെയ്യണം. ആ ഒരു ഹിപ്നോട്ടിസത്തിന്റെ ഒരു ഇതാണ് നമ്മൾ ഈ രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ വൈഷ്ണവ അപരാധങ്ങൾ നമ്മളിങ്ങനെ വായിക്കാറുണ്ട്. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല.
ഫസ്റ്റില് അത് ശരിക്കും ഉൾക്കൊണ്ടിട്ട് നമ്മൾ അത് വായിക്കും. പിന്നെ നമ്മൾ വായിക്കുന്നത് ഒന്നാണ് ശിക്ഷാഷ്ടകം എന്ന് പറഞ്ഞു വായിക്കും. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണ. നമ്മളെപ്പോഴും പുല്ലിനെ കാട്ടിയും വളരെ എളിമുള്ളവരായിരിക്കണം, വൃക്ഷത്തിനെ കാട്ടി സഹിഷ്ണുത ഉള്ളവരായിരിക്കണം. എത്ര പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അത് എന്താണ് പ്രകോപിക്കാൻ പാടില്ല. എന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇവിടെയുള്ള സുഖസൗകര്യങ്ങളോടും ഇവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ കർമ്മം ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ പൂർവ്വജന്മ കർമ്മങ്ങളും പല കർമ്മങ്ങളും ഇനി ഒരു ശരീരം എടുക്കണ്ട, എന്റെ കർമ്മങ്ങൾ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശരീരം എടുത്തിരിക്കുന്നത്. ആ കർമ്മഫലം ഇല്ലാതാക്കുന്നത് പ്രത്യുത ഭഗവത് സേവനത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ എനിക്ക് വരുന്ന എന്ത് ദുഃഖവും ദുരിതവും എല്ലാം വന്നത് അതെന്റെ മുൻ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളിലാണ്. എന്റെ ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനാൽ ഇനി ഒരു ഭൗതിക ശരീരം എടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണം. അതിനാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ എന്നും ട്രെയിൻ ചെയ്യണം. മനസ്സിലായി? ഈ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഈ കാര്യം ഉൾക്കൊണ്ട് പോകണം. നമുക്ക് സംഭവിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ലാസ്റ്റ് കിടന്നുറങ്ങുമ്പോഴത്തേക്കും വിചാരിക്കും, ഞാൻ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല, ആരും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല, ആരും എന്നോട് വഴക്ക് പറഞ്ഞിട്ടില്ല, ഇന്നത്തെ ദിവസം ഓക്കെ, ഞാൻ വലിയ കർമ്മങ്ങളൊന്നും ചെയ്ത് ബന്ധത്തിൽ പെട്ടിട്ടില്ല എന്ന്. ചില ദിവസം അങ്ങനെ ആയിരിക്കില്ല. ചില ദിവസം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടാത്തതിന് അല്ലെങ്കിൽ പിടിച്ചു തള്ളതിന് എന്റെ സീറ്റിൽ വേറെ ആൾ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണ്. ഇത് നമ്മൾ രാത്രിയിൽ വിചാരിക്കണം, ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയാലും, ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് അറിവുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ. ചിലപ്പോൾ വീട്ടിലായിരിക്കും, എന്തെങ്കിലും ചിലപ്പോൾ കാരണങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാകും. എപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ അങ്ങനെ ആവണമെന്നില്ല, നമുക്ക് ഉണ്ടാകും. പക്ഷെ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പശ്ചാത്തപിക്കാം. ഈ പശ്ചാത്താപം ക്രമേണ ഭഗവാന്റെ കൃപയാൽ നമുക്ക് ആ പശ്ചാത്താപ അഗ്നി ഈ പാപങ്ങളെല്ലാം ഇല്ലാതാകും. ഇനി അങ്ങോട്ട് വരുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ പരീക്ഷത് മഹാരാജാവിനെ ഈ ശമീക മഹർഷി ശപിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പശ്ചാത്താപ അഗ്നിയിൽ നമുക്ക് ഇതിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒറ്റ ലക്ഷ്യം, എനിക്ക് ഇനിയൊരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ, എനിക്ക് എന്റെ ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലേക്ക് വരണമെന്നുള്ളതാണ്, ആ ഭഗവാനെ സേവ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ ഈ ഇവിടെ കുരുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം ഇടപെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പോഴും നമ്മൾ എപ്പോഴും വിചാരിക്കും ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ളത് വിചാരിക്കണം. കർമ്മി എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കർമ്മീയത്തിലേക്ക് വരും. ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള രീതിയിൽ മനോഭാവത്തിലേക്ക് വരുത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ കുറെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പക്ഷെ അതിന്റെ ഒരു ഫലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതും ഭഗവാന്റെ കാരുണ്യം ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഭഗവത് കാരുണ്യം, ഗുരുവിന്റെ കാരുണ്യം, ഭക്തന്മാരുടെ കാരുണ്യം, അതുകൊണ്ട് നമുക്ക് സാധ്യമാകും എന്ന് വിചാരിക്കും. ഹരേ കൃഷ്ണ. മാതാജി ക്വസ്റ്റ്യൻ ഇത് തന്നെ ആൻസർ ഇത് തന്നെ തൃപ്തിയായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ സമീപ മഹർഷിയാണല്ലോ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മേലെ പാമ്പിനെ ഇട്ടത്, അല്ലല്ല, പരീക്ഷിത്ത് ഇട്ടു സമീപ മഹർഷിന്റെ മേലല്ലേ? അപ്പൊ ശപിച്ചത് അതിന്റെ മകനല്ലേ? അതിന്റെ പേര് ശൃംഗി. മകന്റെ പേര് മകന്റെ പേര് ശൃംഗി. അല്ല, ശപിച്ചത് ശൃംഗി മഹർഷി അല്ലേ? പുത്രനാണ്. കാര്യം ഈ ശമീക മഹർഷിയുടെ കഴുത്തിലും ഇങ്ങനെ സർപ്പം കിടക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് കുട്ടികൾ കാണും. ആദ്യം ശൃംഗിയല്ല കാണുന്നത്, കുട്ടികളാണ് കാണുന്നത്. ഇപ്പോൾ കുട്ടികൾ ചെന്നിട്ട് ശൃംഗിയുടെ ചെന്ന് പറയും, നിന്റെ അച്ഛനെ കണ്ടാൽ ഇപ്പൊ പരമശിവനെ കണക്കിരിക്കുന്നു. അപ്പോഴെന്താണെന്ന് ചോദിക്കാൻ പറയുമ്പോൾ ഒരു ചത്ത പാമ്പിനെ ആരോ കഴുത്തിൽ ഇട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ ശൃംഗി വന്ന് പിതാവിന്റെ അടുത്ത് വന്ന് നോക്കിയിട്ടില്ല, പിതാവിനെ കണ്ടില്ല. പക്ഷെ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രഹ്മ തേജസ് കൊണ്ട് ബ്രാഹ്മണ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവും. അപ്പൊ ഉടനെ അദ്ദേഹം ഇതാരോ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് പരീക്ഷത് മഹാരാജാവ് മനസ്സിലാക്കിയിട്ട് പിന്നെ ശപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് വന്നിട്ട് ആ ശപിച്ചതിന് ശേഷമാണ് വന്നിട്ട് തന്നെ പിതാവിന്റെ കാണുകയും പിതാവിന്റെ അടുത്ത് വന്നിട്ട് കരയുമ്പോഴത്തേക്കാണ് പിതാവ് എന്ത് ചെയ്യുന്നത്, കണ്ണു തുറന്ന് നോക്കുന്നത്. ഹരേ കൃഷ്ണ. ലത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. എന്താ ഈ പരീക്ഷിത്ത്
ഭഗവാന്റെ ശുദ്ധ ഭക്തനായിട്ട് മൃഗയാ വിനോദത്തിന് പോയി എന്ന് പറയുന്നത്. അത് മൃഗങ്ങളെ ശരിക്ക് കൊല്ലൂലല്ലോ ഭക്തന്മാര്. അപ്പൊ അത് ആ ഈ എന്ന് വെച്ചാ കാര്യം അദ്ദേഹം മൃഗങ്ങൾ ക്ഷത്രിയ രാജാവ്. ആ അതെ അതെ, മുതൽ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. പരീക്ഷിത് മഹാരാജ് ശുദ്ധ ഭക്തനാണ്. പക്ഷെ ഈ മൃഗ വിനോദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് ഒരു യുദ്ധത്തിന് ക്ഷത്രിയന്മാർക്ക് അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മൃഗയ വിനോദം എന്ന് പറയുന്നത് ഒരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഭ്യസിച്ചിട്ടുള്ള പ്രകടനങ്ങൾ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഭക്തന്മാർ ചെയ്യുന്നത് എന്താണ് അവരെങ്ങനെ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വളരെയധികം ദുഷ്ടമൃഗങ്ങളുണ്ട്. ഈ കാട്ടിലൊക്കെ ഈ തപസ്സികളുണ്ട്. തപസ്സികളൊക്കെ അവര് തപസ് ചെയ്യുമ്പോഴത്തേക്ക് ദുഷ്ടമൃഗങ്ങൾ, പുലി, കടുവ പോലുള്ള മൃഗങ്ങളുണ്ട്. അത് ഈ തപസ്സികളായിട്ടുള്ള ആളുകളെ ശല്യം ചെയ്യാറുണ്ട്. ആ ദുഷ്ടമൃഗങ്ങളെ വധിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും രാജാവ് ഈ പറയുന്ന രീതിയിൽ മൃഗ വിനോദ ഇത് നടത്താറുണ്ട്. അല്ലാതെ ഈ മാന് അല്ലെങ്കിൽ ഈ എന്താണ് നിരുപദ്രവകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലുകയില്ല. ക്ഷത്രിയനാണ് ഭക്തനുമാണെങ്കിൽ അവർ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലുള്ള ദുഷ്ടമൃഗങ്ങളെ വധിക്കും. കാര്യം വധിച്ചിട്ട് ഈ സന്യാസിമാർക്കും മറ്റുള്ളവർക്കും ഈ കാട്ടിൽ തപസ് ചെയ്യുന്ന ഈ പരിത്യാഗികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ അറിവ് ആ രീതിയിലാണ് മാതാജി. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്കൊരു സംശയം. ഇത് ഒരു വളരെ സമയം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും അതായത് നമ്മൾ ഭഗവാൻ പറയുന്നുണ്ട്, സർവ്വജീവികളുടെ ക്ഷേമാശ്രയങ്ങൾക്ക് വേണ്ടി തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ദുഃഖി ഒരു വൈഷ്ണവനെ ആ പരദുഃഖ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു വേള നമുക്ക് ചിലപ്പം പരസ്പരം സഹായങ്ങൾ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ വൈഷ്ണവർ തമ്മിൽ തന്നെ പരസഹായങ്ങൾ ചെയ്യാം. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെടുന്നുണ്ട് നമ്മൾ, അല്ലേ എല്ലാവരും. പിന്നെ അതുപോലെ അങ്ങനെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഏറ്റവും വലിയ ദാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ സഹായം, ഏറ്റവും വലിയ കാരുണ്യം ഭഗവാനെ കൊടുക്കുകയാണ്. ഭഗവാനെ പറഞ്ഞു കൊടുക്കുക, ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതാണ്. അപ്പൊ നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇനി വേറെ ജീവകാരുണ്യ പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹരിബോ ഹരേ കൃഷ്ണ. ബാലാജി ഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഈ കലികാലത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കലികാലത്തിൽ നമ്മൾ എന്തെങ്കിലും പാപപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. പാപപ്രവൃത്തി ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടുകയില്ല. പിന്നെ പറയുന്നത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. മനസ്സിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാപപ്രവൃത്തികളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫലം കിട്ടും. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, കലികാലത്തില് നമ്മള് എന്താണ് സത്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിച്ചാൽ മതി, കൊടുക്കണമെന്നില്ല. ചിന്തിച്ചാൽ തന്നെ അതിന്റെ ഫലം നമ്മൾ കൊടുത്താൽ കിട്ടുന്ന അതേ ഫലം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഈ കലികാലത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഞാനൊരു 1000 പശുക്കളെ ദാനം ചെയ്യുന്നതായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. എല്ലാവർക്കും 1000 പശുക്കൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ഭഗവത്ഗീത കൊടുക്കുകയാണ്. പക്ഷെ എന്റെ ഭഗവത്ഗീത കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷെ എല്ലാവർക്കും ഭഗവത്ഗീത കൊടുക്കണം, അവരെല്ലാവരും കൃഷ്ണാബോധത്തിലാക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചാൽ മതി. പക്ഷെ ആ കൊടുത്തതിന്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ കലികാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കാം. പിന്നെ ഈ പറയുന്ന നമ്മളെ കഴിയുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ സിറ്റുവേഷനും പരിസ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൽ ഭഗവാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഈ രമാദേവി എന്നും പറഞ്ഞൊരു മാതാജി 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ മാതാജിയോട് ഒന്ന് സംസാരിക്കാൻ ആർക്കും നമ്പറില്ല, ഒന്നുമില്ല. മാതാജിയോട് പറയണം ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. മാതാജി ഇങ്ങനെ എനിക്ക് വയ്യാതായി പോയി, ശരീരവേദനയായിപ്പോയി. അപ്പം നമ്മൾ ഒരു വൈഷ്ണവരായതുകൊണ്ട് അത്രയും പരസ്യമായിട്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം, സ്നേഹം, ബന്ധം അതിൻ്റെയൊക്കെ ആഴം കൊണ്ട് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു പോകുന്നത്. മാതാജിയുടെ 2 ദിവസം അടുത്തുകൊണ്ട് മാതാജി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രായമായ ആളാ, ഏജ്ഡാണ്. എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്തേണ്ടവരാണ് നമ്മളെല്ലാവരും. പ്രഭു, ഞാന് ശരിക്കും പറഞ്ഞാൽ നല്ല ദൈവഭക്തിയൊക്കെയാണ്. പക്ഷെ എന്നാലും എനിക്ക് എന്താണ്, ഞാൻ ഇപ്പൊ ജ്യോത്സ്യം പറഞ്ഞിട്ടായിരുന്നു, ഞാൻ വീഴുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ വീണത്
ഞാൻ പോലും അറിയില്ല. ഞാൻ അറിയാതെയാണ് വീണത്. അതെ. എനിക്ക് തോന്നി സോഡിയം കുറഞ്ഞിട്ടാണെന്ന്. പക്ഷെ മുറി നല്ല മുറിയായിരുന്നു. തലയില്, നെറ്റിയില്, ചുണ്ടിലൊക്കെ പൊളിഞ്ഞു, മൂക്ക് ഒക്കെ പൊളിഞ്ഞു. പക്ഷെ ഇവരെല്ലാം എന്നെ ആരോ കണ്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഹോസ്പിറ്റലില് ചെക്ക് ചെയ്യിപ്പിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം കണ്ണു മിഴിച്ചിട്ടുണ്ടെന്ന് ഇവരെല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്കൊരു ബോധം ഒന്നുമില്ല. ഇപ്പോഴും എനിക്ക് ഇന്നലെ 3-4 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു പ്രഭു. ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് വ്യാഴാഴ്ച വീണു, വ്യാഴം, വെള്ളി, ശനി, ഞായർ കുഴപ്പമില്ല. അപ്പൊ അതിനുശേഷം ഇപ്പൊ എനിക്ക് എണീക്കാൻ പോലും വയ്യാതെ ഞാൻ കിടപ്പിൽ തന്നെയാണ്. കിടപ്പിലാണ്. പക്ഷെ ഞാൻ ഭാഗവതം കേൾക്കാറുണ്ട്, ബലറാം പ്രഭുവിന്റെ ഭാഗവതം കേൾക്കാറുണ്ട്, എല്ലാതും ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പൊ പ്രഭുവിന്റെ ഇതുപോലെ അങ്ങനെയുള്ള എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. മാനസികമായിട്ട് സന്തോഷം ഉണ്ടെങ്കിലും ഒരു എനിക്ക് തൃപ്തി കറക്റ്റ് വരുന്നില്ല. അതാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാനസികമായിട്ട് ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കൃഷ്ണ. തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അത് ഭഗവാൻ കാണും. അതായത് അതൊരു സഹായമാണ്. അപ്പോൾ അതൊരു പര ഉപകാരമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളോടും ഭഗവാന് വളരെയധികം പ്രീതി ഉണ്ടാകും. അപ്പോൾ നല്ലതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എല്ലാം ഭഗവാന്റെ കൃപയിലാണ് ഇരിക്കുന്നത്. നമ്മളെ ശരീരം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹം പോലെയാണ്. കാരാഗ്രഹം അറിയാലോ, ജയില് ആണ് ശരി. അതിനകത്ത് ഈ ആത്മാവ് കിടക്കുകയാണ്. അപ്പോൾ ഈ കാരാഗ്രഹത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. പക്ഷെ നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ ഒരു ഇത് എപ്പോഴും ഭഗവാനെ അതേ ഉള്ളൂ. പിന്നെ നമ്മള് ഇപ്പൊ നമുക്കിപ്പോ ഒരൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് ഏത് നമുക്കിപ്പോ മാതാജി പറഞ്ഞ ഇപ്പം സുഖമില്ല കിടക്കുകയാണ്. ഇപ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, അങ്ങനെ മനസ്സിനെ വളരെയധികം പരിപക്വപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. പക്ഷെ എന്തായാലും ശരീരവേദന നമുക്കൊരു വലിയ ഒരു വേദനയാണ്, ദുഃഖമാണ്. ആ ശരീരവേദന ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സ് വേറെ ഒന്നിനും പോവുകയും ഇല്ല. അതൊരു ഇതാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്യും. ഹരേ കൃഷ്ണ. ഞാന് 4 മണിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും ഈ കൊല്ലം ഗ്രൂപ്പില്. അപ്പൊ അതില് ജപ 4 to 5, പിന്നെ 5 to 6 വരെ വായന, പിന്നെ 6 to 7 വരെ പ്രഭാഷണം. ഇതെല്ലാം ഞാൻ കേൾക്കാറുണ്ട് ഇത്രയും ദിവസം. ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് എനിക്ക് ഞാൻ ഓണാക്കും, കേക്കും, പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പ്രഭു. എനിക്ക് അങ്ങനെ വീഴുന്ന ഒരു തോന്നല്. ഈ സോഡിയം കുറഞ്ഞിട്ടാണ്. സോഡിയം ചെക്ക് ചെയ്തു. നമ്മുടെ ഇതിൽ തന്നെയുള്ള ശിവ മാതാജി അയച്ചു കൊടുത്തു. ഞാൻ ഇവിടെ ചെക്ക് ചെയ്തിട്ട് മാതാജിക്ക് അയച്ചു കൊടുത്തു. മാതാജി പറഞ്ഞു കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണേലും പക്ഷെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. എന്താന്നുള്ളത് എനിക്കറിയാം. 24 മണിക്കൂറും പണിയും ചെയ്യും. 10 ക്ലാസ്സിൽ ജോയിന്റും ആണ് ഞാൻ. എല്ലാ ക്ലാസ്സും ഞാൻ ഈ സത്സംഗം 10 ക്ലാസ്സും ഞാൻ ജോയിൻ ചെയ്യും. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് എല്ലാ ജോലിയും ഞാൻ ചെയ്യും. ഒരു വേലക്കാരൊന്നും ഇല്ല. വീട്ടിലെ ജോലി എല്ലാം ഞാൻ തനിയെ ചെയ്യും. എന്നാലും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പെട്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ വീണു. പക്ഷെ എന്താണ് എല്ലാവരുടെയും തട്ടി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഒരു വേദനയും അനുഭവിച്ചില്ല. ഇപ്പോഴാണ് എനിക്കൊരു 3-4 ദിവസമായിട്ട് ചെറുതായിട്ടൊരു വേദന തുടങ്ങിയത്. നെറ്റിയിലൊക്കെ മുഴച്ചിട്ട് നാരങ്ങ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയെങ്കിലും ഇവിടെ പഴങ്ക് പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. എന്തായാലും ഭഗവാൻ മാതാജിയെ രക്ഷിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡപ്രണാം. നല്ലത്. സുഷമ മാതാജി ചോദിച്ചതാ? ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നന്ദിയുണ്ട് പ്രഭുജി. വളരെ നല്ല മനോഹരമായ ക്ലാസ്. വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭു, അത് ന്യായം, ആദ്യം ധർമ്മം, പിന്നെ ന്യായം, ഏത് രീതിയിലാണ് അവര് ഡിസ്കഷൻ ചെയ്തതെന്ന് പ്രഭു പറഞ്ഞത്? ആ ഒരു 5 പോയിന്റ് ഒന്നുകൂടെ പറയാമോ പ്രഭു? മാത്രം പറഞ്ഞു. ധർമ്മം, പിന്നെ ന്യായം. ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പഠിച്ചത് ഗുരുവിൽ നിന്നാണ് പഠിച്ചത്. അങ്ങനെ. പിന്നെ കരുണ. കരുണ. ധർമ്മം, കരുണ. പിന്നെ യശസ്. കുടുംബത്തിന് കുടുംബത്തിന്റെ യശസ് നശിപ്പിച്ച് കളയും എന്നുള്ള രീതി യശസ്. പിന്നെ സമഭാവം. സമഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു പുത്രന്മാരുടെ മക്കളാണ്. അതുപോലെ ഈ അശുദ്ധമാവിന്റെ അമ്മയും, അശുദ്ധമ മരിച്ചു കഴിഞ്ഞാൽ അശുദ്ധമാവിന്റെ
അമ്മയും അതുപോലെ ആയിത്തീരും. ദുഃഖം, പുത്രന്റെ ദുഃഖമുണ്ട്. അത് സമഭാവം. പിന്നെ ഭക്ത ഗുണം. സൂപ്പർ സൂപ്പർ ബ്രോ, സൂപ്പർ സൂപ്പർ, നന്നായിട്ട്. പ്രഭു യശസ് പിന്നെന്താ പറഞ്ഞ സമഭാവനയോ? സമഭാവം. സമഭാവ. പിന്നെ ഭക്ത ഗുണം. ദ്രൗപദിയുടെ ഭക്ത ഗുണം, ഭക്തിയുടെ ഗുണം, ഭക്തന്റെ ആ ഗുണം. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഇന്ന് ഫെബ്രുവരി 21 ആണ്. നമ്മുടെ സീനിയർ ഡിവോട്ടീസ് 41 പേര് ദീക്ഷയെടുത്ത ദിവസമാണ് ഇന്ന്. 2002 41 പേര് മഹാവിഷ്ണു വരാൻ ദീക്ഷയെടുത്ത ദിവസമാണ്. വളരെ നമ്മുടെ ട്രിവാൻഡ്രം യാത്രയുടെ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു സദ്യ നടത്തി മറ്റുള്ളവർക്കൊക്കെ സദ്യയൊക്കെ പ്രസാദം കൊടുക്കണം. നാമസങ്കീർത്തനം നിങ്ങളുടെ സന്തോഷം. ഇന്ന് ചെറിയൊരു നാമസങ്കീർത്തനം ഉണ്ട് പ്രഭു. അതെ, ഗുരുപൂജ. പിന്നെ പരിപൂർണ പ്രഭു നാട്ടിലുണ്ട്. ഹരിപോലെ. ഹരേ കൃഷ്ണ. എല്ലാരും വരില്ലേ ഇന്ന്? അപ്പം എല്ലാരും ഇന്ന് വരില്ലേ? വരും. തീർച്ചയായിട്ടും ചെല്ലണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വഴി. ഹരേ കൃഷ്ണ. എന്താ സുഖം മാതാജി? പിന്നെ സുഖം തന്നെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എത്ര നാളായി കണ്ടിട്ട്. ഹരേ കൃഷ്ണ. പ്രഭുവിന് സുഖം തന്നെ? സുഖമായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ശരി മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.